ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ്. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. പകൽ മുഴുവൻ വെയിലായിരുന്നെങ്കിലും ഇതിപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി വോയിസ് ഓവർ കൊടുക്കാൻ. കാരണം എവിടെ നിൽക്കുമ്പോഴും മഴയുടെ ഒച്ചയാണ് കേൾക്കണത്. അപ്പോൾ ഞാൻ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മഴയേക്കാൾ കൂടുതൽ ഇഷ്ടം വെയിലാണ്. വല്ലാണ്ട് ചൂടല്ല, വെയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും തുണികൾ തിരുമ്പിട്ടാലും ഒന്നും ഒരു ഇതുണ്ടാവില്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ വീടുകളിലും അവിടെ ഇവിടെയൊക്കെ നനവും ഒക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് പുറത്ത് പോയിട്ട് വരുമ്പോഴും ഒക്കെ. അപ്പോൾ ഇന്നത്തെ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് തോമു ഓൾറെഡി പോയി, പാച്ചു പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നു. കിച്ചണിൽ വന്നപ്പോൾ ഇന്ന് എന്തിട്ടായിരുന്നു ഞാൻ മറ്റേ ഇടിയപ്പമായിരുന്നു. അതായത് നൂലപ്പം. തൃശ്ശൂർക്കാർ നൂലപ്പം എന്നല്ലേ പറയുക. അപ്പോൾ ഇന്നലെ എൻ്റെ മനസ്സിൽ കടല വെള്ളത്തിലിട്ട് കണ്ടപ്പോൾ ഇന്ന് പുട്ടുന്നായിരുന്നു. പക്ഷേ ഇന്ന് നൂലപ്പമാണ്. കാരണം തോമുട്ടന് ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം. അപ്പോൾ ഇന്നലെ തൊട്ട് ശരിക്കും ഉച്ച വരെ 12:30 വരെ അവൻ ക്ലാസ്സിൽ ഇരുന്ന് തുടങ്ങി. അപ്പോൾ സ്നാക്സ് കൊണ്ടുപോകണം. അപ്പോൾ ഇതാവുമ്പോൾ അവൻ മടിയില്ലാണ്ട് തിന്നും. അപ്പോൾ പാച്ചുവിനായാലും ഇപ്പോൾ റീമോൾ മാമിൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ മാം എങ്ങനെയായാലും ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു സമാധാനമാണ്. രണ്ടുപേരും ഫുഡിൻ്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു കേട്ടോ. ചാക്കോച്ചന് പിന്നെ അങ്ങനെ ഉള്ള നിർബന്ധമൊന്നുമില്ല. അവരെന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ അവൻ കഴിച്ചോളും. അങ്ങനെ ഞാൻ പിന്നിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ 3 കള്ളി, നമ്മുടെ തേക്കണ മേശയുടെ മുകളിലുള്ള 3 കള്ളിയാണ്. ഒക്കെ ഒന്ന് അലങ്കോലപ്പെട്ടിട്ടാണ് കിടക്കണേ. സംഭവം കുറച്ച് നാൾ മുമ്പ് ഒതുക്കിയെങ്കിലും പാത്രങ്ങൾ എപ്പോഴും എടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും അതൊന്ന് സ്ഥാനം തെറ്റിയിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ അത് കുറച്ച് സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ രാവിലത്തെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ഇന്നലെ രാത്രി എടുത്ത് വെച്ച സാധനങ്ങൾ രാവിലെ ഡാഡി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്കി സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ രാവിലെയും ഈ 4 നേരം ഇങ്ങനെ ഇരിക്കണ കാരണം കിച്ചണിലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കൽ വളരെ കുറവാണ്. പിന്നെ പട്ടികളുടെ കാര്യങ്ങൾ ഞാനാണ് നോക്കുക. പിന്നെ അത്യാവശ്യം നനയ്ക്കുക. ഇപ്പം നന വേണ്ടല്ലോ, എന്നാലും ചിലപ്പോൾ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ സൈഡിലൊന്ന് നനയ്ക്കണം. ഡ്രസ്സ് ഇട്ട കാരണം നമുക്ക് നനയ്ക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുട്ടി പണികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ ആ ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നൂലപ്പം കഴിക്കായിരുന്നു. അപ്പോൾ സംഭവം കടലക്കറി ഉണ്ടായിരുന്നെങ്കിലും എനിക്കും ഡോണിനും പാലൊഴിച്ച് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട്. അപ്പോൾ ഇതിൽ നാളികേരമില്ല. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം നാളികേരം ഇട്ടില്ല. അവർക്ക് അറിയാണ്ട് തൊണ്ടയിൽ കുടുങ്ങിയാലോ വെച്ചിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു യാത്രയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ പാച്ചുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഈ ശനിയാഴ്ച, അതായത് 14-ാം തീയതി. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഡിമ്പിളുടെ പണി. അപ്പോൾ അവസാനം മിനുക്ക് പണി ആയിട്ടുണ്ട്. കാരണം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള മറ്റേ അങ്ങനത്തെ കുഞ്ഞു പരിപാടികൾ. നമ്മുടെ പണ്ടത്തെ കാലത്തെ ബർത്ത്ഡേ പോലെ അല്ലല്ലോ ഇപ്പോൾ. എന്തെങ്കിലും ഓർമ്മയ്ക്ക് ഒരു ചെറിയ സംഭവം എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. കുറി വയ്ക്കാൻ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചിറങ്ങി. അപ്പോൾ നെല്ലിക്കുന്ന് പള്ളി വഴിയാണ് പോണത്. അവിടുന്ന് തോപ്പ് സ്റ്റേഡിയത്തിൽ എത്തിയപ്പോൾ ഞാവൽപ്പഴം വിൽക്കണം ആ ചേട്ടൻ. പക്ഷേ നിർത്തി വാങ്ങിക്കാനുള്ളൊരു സാവകാശം ഉണ്ടായില്ല. കുറേ നേരം നിർന്നു അവിടെ. എന്തൊരു ബ്ലോക്കാണ്, വഴിയിലൊക്കെ ബ്ലോക്കാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ബ്ലോക്ക്. എന്താണ് ഇങ്ങനെയെന്ന് മനസ്സിലാവണില്ല. ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പ് പോയാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അപ്പോൾ ഞാൻ പലപ്പോഴും ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ തോപ്പ് സ്റ്റേഡിയം നിങ്ങളെ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഇന്ന് അവിടെയാണ് വണ്ടി ഇട്ടത്. ബ്ലോക്ക് വന്ന് നീങ്ങി വന്നപ്പോഴാണ് ഞാൻ അത് കാണിച്ചത് കേട്ടോ. അതായത് നമ്മുടെ നെല്ലൂന്ന് പള്ളിയുടെയും മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഇടയിൽ ആ കോർണറിലാണ് ഈ തോപ്പ് സ്റ്റേഡിയം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് ശക്തനിലെത്തിയപ്പോഴാണ്, ശക്തനിലല്ല ശരിക്കും കണ്ട മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സെയിൻറ്റ് ആൻ്റണീസിൻ്റെ അവിടെ, അതായത് ലത്തീം പള്ളി, നമ്മൾ സ്ഥിരം പോകുന്ന പള്ളി ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എല്ലാ മാസവും പോണത്. അവിടുത്തെ പെരുന്നാളാണ്, അവിടെ ഊട്ട് തിരുനാളാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അപ്പോൾ സാധാരണ ലത്തീം പള്ളിയിലത്തെ ഊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവർട്ടി പള്ളിയിലത്തെ ഊട്ട്, ചെട്ടിക്കാട് അന്തോണിസ്പുരാളുടെ അവിടെ ഊട്ട്, അതുപോലെ വലിയ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അവിടെ ഫുള്ള് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് കയറാനോ ഒന്ന് കഴിക്കാനോ ഒന്നും പറ്റിയില്ല. ആ വശത്തേക്കേ പോയില്ല. കാരണം വണ്ടിയൊന്നും ഇടാനുള്ള യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളുടെ ഈ ഹാളിൽ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് കൊണ്ടിട്ടെങ്കിലും
അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ ഡാഡിയോട് പറഞ്ഞു ഒരു പാത്രം ചോറ് വാങ്ങി കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ഭയങ്കര ക്യൂ ആയ കാരണം അങ്ങോട്ടും കിടക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഈ പോയ സമയം എന്ന് പറയുന്നത് ഒരു 11:30-12 മണി നേരമാണ്. അപ്പോൾ എല്ലാവരും ജോലിക്കാരിങ്ങനെ വന്ന് എവിടെ നിൽക്കുകയോ. അപ്പോൾ ഞങ്ങൾ പോയ കടകളിലൊക്കെ ചോദിച്ചപ്പോഴും അവരൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇവിടേക്കാണ് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് വണ്ടി അവിടെ നിന്ന് എടുത്തത് കേട്ടോ. ഒരു വിധത്തിൽ വണ്ടി എടുത്ത്, അതായത് എൻട്രൻസിലൊക്കെ വണ്ടി വന്ന് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ എവിടെയെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഓണറിനെ പോയിട്ട് അന്വേഷിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെയോ ബാക്കും ഫ്രണ്ടൊക്കെ എടുത്തും പിടിച്ചും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല കേട്ടോ. നേർച്ച ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു, കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പാത്രം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം അപ്പോഴേക്കും അവിടെ പാച്ചുവിനെ കൊണ്ടുവരേണ്ട സമയമാവുകയും ചെയ്തു. അപ്പോൾ ഇനി ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും പറ്റില്ല. അപ്പോൾ പിന്നെ സാരില്ല എന്ന് വെച്ചിട്ട് പോന്നു. പറ്റിയെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടോ. പിന്നെ ഈ ആഴ്ച നമ്മുടെ പള്ളിയിൽ ഊട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആശ്വസിക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. കണ്ടു ആൾക്കാരുടെ തിരക്ക് കണ്ടു, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പാവറട്ടി പള്ളിയിലാണ് നമ്മളങ്ങനെ തിരക്ക് കണ്ടേക്കണം കേട്ടോ. അവിടെ അതുപോലെ ഉണ്ട്. എവിടെന്നോ തൊട്ട് വണ്ടികൾ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റോളൊക്കെ വളരെ കുറവാട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ സ്പേസ് അധികം ഇല്ലാത്തതുകൊണ്ട്. ഇനി അപ്പുറത്തെ റൂട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, വണ്ടി ഇവിടുന്നേ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം നമ്മുടെ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊറിയർ വന്നിട്ടുള്ളത് കാസിനോ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വന്നേക്കണേ. കണ്ടോ വണ്ടികളിരിക്കുന്നുണ്ടോ, ശക്തൻ വരെയാണ് വണ്ടികൾ. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തതാട്ടോ, നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട് ആ തിരക്ക്. അങ്ങനെ ഞങ്ങളിത് കാസിനോൻ്റെ ഓപ്പോസിറ്റാണ്. എന്നിട്ട് ST കൊറിയർന്നോ അങ്ങനെ കട പറഞ്ഞേ. അപ്പോൾ അവിടേക്ക് ഇവിടെ പാച്ചുട്ടനുള്ള കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് വന്നിരുന്നത്. അപ്പോൾ ഈ കൊറിയർ ആയാലുള്ള ദോഷം ഇതാണ്, നമ്മൾ പോയി കളക്ട് ചെയ്യണം. എവിടെയാണ് വരണതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ സാധനങ്ങൾ ഞാൻ കുട്ടികളോട് പറയും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീടുകളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. ഈ കൊറിയർ ആകുമ്പോൾ നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യണം. എല്ലാവരും സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ കൊണ്ടു കൊടുക്കും, വീടുകളിലേക്കാണെങ്കിൽ കൊണ്ടു കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ സാധനം വാങ്ങി അവിടെ ഇട്ടു. ഏതാണെന്നുള്ളത് സർപ്രൈസാണ് കേട്ടോ. അത് ഡിംപിളുടെ വീഡിയോയിലോ അല്ലെങ്കിൽ പാച്ചുട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നോ കാണിക്കുന്നതല്ലേ അതിൻ്റെ ശരി. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പാച്ചുട്ടനെ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും സമയം ശരിക്കും 1:15 കഴിഞ്ഞു. അവർക്ക് 2 മണി വരെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ നമ്മൾ ഇരുത്താണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ചെയ്യാറില്ല. 1:30-1:45 ആകുമ്പോഴേക്കും അവനെ കൊണ്ടുവരും, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കാവുകയും ചെയ്യില്ലേ. അങ്ങനെ കുട്ടികളൊക്കെ പോയിട്ടോ. അപ്പോൾ 1:15 കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ ഇവനുള്ള ഒരു പണി എന്താണെന്ന് വെച്ചാൽ ചെന്ന് കഴിഞ്ഞാലാണ് ഇവൻ്റെ ബാക്കിയുള്ള കളികൾ. അപ്പോൾ നമ്മൾ ചെല്ലാൻ കാത്തു നിൽക്കും, പിന്നെ അവൻ പ്ലേ ഏരിയയിലേക്ക് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാൻ വണ്ടിയിലിരുന്നുള്ളൂ, ഡിംപിളാണ് പോയത്. പിന്നെ അവിടെയുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ അവിടെ വണ്ടി ഇട്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റ് വണ്ടി വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഹോണടിച്ച് നിൽക്കും. അപ്പോൾ ഇന്നിപ്പോൾ അതുണ്ടായത്, ഡിംപിൾ ഇറങ്ങി മിസ്സിനോടൊക്കെ സംസാരിച്ച് വരുമ്പോഴേക്കും ഒരു ലോറി വന്ന് നിന്നു. അപ്പോൾ പിന്നെ ഓണടിച്ച് വേഗം വിളിച്ച് കയറ്റുക ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡാഡി ഇവരെ കൊണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ നേരത്തെ അല്ലെങ്കിൽ കുറേ ലേറ്റായിട്ട് കൊണ്ടുവരാൻ പോകുമ്പോഴും കുറേ ലേറ്റായിട്ട് പോകും. അപ്പോൾ വലിയ തിക്കും തിരക്കും ബഹളം ഉണ്ടാവില്ല. അപ്പോൾ പാച്ചുവിന് ഭയങ്കര സർപ്രൈസായി. അപ്പം മമ്മി വണ്ടിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ വേറെ എവിടെയും ഇറങ്ങിയില്ല, നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. പക്ഷേ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബ്ലോക്കാണ്, വഴിയിൽ മൊത്തം ബ്ലോക്കായിരുന്നു. അപ്പോൾ എവിടെയും ഇറങ്ങിയില്ല. മറ്റേത് നമ്മളെവിടെയെങ്കിലൊക്കെ ഇറങ്ങി ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ ഒരു ചായയോ ഒക്കെ കുടിക്കാറുണ്ട്. പക്ഷേ എവിടെയും പോയില്ല, കാരണം എവിടെ നോക്കിയാലും ബ്ലോക്കും വണ്ടി നിർത്താനുള്ള അസൗകര്യമൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ നടത്തുന്ന സിഗ്നലാണ്. ഈ സിഗ്നലിലും കുറേ നേരം കിടന്നു, ഒരു 15 മിനിറ്റോളം അവിടെ കിടന്നു കേട്ടോ. അത്രയും തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തുക ചെയ്തത്. വീട്ടിലെത്തിയപ്പോഴേക്കും തോമസ് സ്കൂളിൽ നിന്ന് വന്ന് കിടന്നുറങ്ങി. ചാക്കവും അവർ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വഴി കാണിക്കാൻ കാരണം, നിങ്ങളിപ്പോൾ 2 ആഴ്ച മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഭയങ്കര ഭംഗിയിൽ നമ്മുടെ വഴി നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വഴിയുടെ അവസ്ഥ നോക്കി, കംപ്ലീറ്റ് മരങ്ങൾ വെട്ടി. കണ്ടു, തെളിഞ്ഞ ആകാശം. മറ്റേത് ഫുൾ ഇങ്ങനെ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ അതൊരു ഭംഗിയായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് വെട്ടി. കാരണം മരങ്ങളുടെ ചില്ലകൾ വീണിട്ട് ഉള്ള അപകടങ്ങളും
പിന്നെ റോഡ് വീതി കൂട്ടേണ്ട സംഭവം നമ്മുടെ ഈ ഭാഗം നോക്കിയേ. മറ്റേത് ഞാൻ എപ്പോഴും പറയും, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നിറച്ച് കടകൾ, മീനും അതും ഇതൊക്കെ ആയിട്ട് ബജിക്കടയൊക്കെ ആയിരുന്നു. എല്ലാതും അവിടെ നിന്ന് ഒഴിപ്പിച്ചു. വെറും ശൂന്യതയായി. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കുറേ കുടുംബങ്ങൾ കഴിയണതാ. പക്ഷേ എന്താ ചെയ്യുക, നിയമത്തിൻ്റെ വഴി കൂടെ നടത്തണ്ടേ. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി. അപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ സ്ഥിരം ഗേറ്റ് തുറന്നിടുക. കാരണം ഈ കൊറിയറും പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് തുറന്ന് കൊണ്ടുവരാൻ കുട്ടികളുള്ള കാരണം അതും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളത് തുറന്നിടാം. പിന്നെ പലരും പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റ് വെച്ചാൽ മതിയെന്ന്. പക്ഷെ അത് നടപടി ആവണതല്ല. ഒന്നാമത് മെയിൻ റോഡ്, രണ്ടാമത് മഴ വന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടാൽ അവർ നേരെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾക്ക് എന്താണോ പാർസൽ എന്ന് വെച്ചാൽ അത് തന്നിട്ട് പോകും. ഇവിടെയാണെന്ന് വെച്ചാൽ എല്ലാതും ഓൺലൈനിലാണ്. മരുന്നുകളായാലും മറ്റേ പച്ചക്കറി എല്ലാതും നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ഒരു ശീലം നമുക്ക്. അപ്പോൾ എപ്പോഴും ബെല്ലടിക്കുന്ന ഒരു വീടാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക, മെയിൻ ഗേറ്റ് ഇപ്പോൾ തുറന്നിടാം വർഷക്കാലമായപ്പോൾ. അങ്ങനെ ഇത് നമ്മുടെ പാച്ചൂട്ടൻ്റെ കൊണ്ടുവന്ന സാധനമാണ്. അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് കടന്നു. അപ്പോൾ നമ്മുടെ പാച്ചുവിന് ഫുഡ് കൊടുക്കണതിൻ്റെ മുമ്പായിട്ട് അവനിതേ ഒരു സംഭവം കൊടുത്തതാണ്. അപ്പോൾ കളർ ചെയ്യാൻ കൊടുത്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ആകെ, അപ്പം ഞാൻ പറഞ്ഞു പേപ്പറിന് വേണ്ട, മേശപ്പുറത്ത് വെച്ചാൽ മതിയെന്ന്. പക്ഷേ പേപ്പർ വെച്ചത് നന്നായി. മുഴുവൻ എന്താ പറയുക അവിടെയൊക്കെ വെച്ച് തേമ്പി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 2-3 കൊറിയർ വരാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ എന്തുട്ടലാവുമെന്ന് വിചാരിക്കും. ഒരു കുരുവിക്കൂടാ മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്രയോ വർഷം മുമ്പ് എവിടെന്നോ പുറമേന്നാണ് തോന്നുന്നുണ്ട്. ഇത് അന്ന് 10-20 വർഷം മുമ്പാണ് ഇങ്ങനൊരു കൂട് കൊണ്ടുവന്നിട്ട് നമ്മൾ എല്ലാ വീടുകളിലും മാറി മാറി ഉള്ളപ്പോൾ ഇതുണ്ടായിരുന്നു. അവസാനം ഈ വീട്ടിൽ ഈ കിണറിൻ്റെ വശത്താണ് കൊളുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കിളി വന്ന് അതിൽ കൂട് കൂട്ടുമായിരുന്നു. പിന്നെ എപ്പോഴോ അത് കാക്ക കുത്തിയിട്ടാന്ന് തോന്നിയിട്ട് അത് മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൊതിയായിട്ട് ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചതാട്ടോ. അക്കിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അന്നാൾ കൊണ്ടുവന്നില്ലേ ചുരിദാർ, അത് മറ്റേ എക്സ്ചേഞ്ച് ചെയ്തതാണ്. സൈസ് ഒന്ന് വലുതാക്കി എടുത്തതാണ്. പക്ഷേ വലുതാക്കി എടുത്തതുകൊണ്ട് കാര്യമില്ല, എനിക്ക് വയറാണ് കൂടുതൽ, ബോഡിയൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ അത് ആദ്യം ഷേപ്പ് ചെയ്യണം. എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചു. നല്ല കോട്ടണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇടാനും ഇഷ്ടം അങ്ങനത്തെയാണ്. അങ്ങനെ അടുത്ത ഒരു സംഭവം കൂടി വന്നു. അത് വേറെ ഒന്നുമല്ല, സോഫയുടെ മറ്റേ ലെഗാണ്. അതായത് ഹൈറ്റ് കൂട്ടാനുള്ള കാല്, നമ്മൾ പറയില്ലേ ഇങ്ങനെ എന്താ പറയുക അതിനെ, സോഫയുടെ 4 കാല് വെക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ സോഫയുടെ കാലുകൾ ചെറുതാണ്, 3 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഈ റോബോട്ടിന് കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളുടെ പല്ലിൻ്റെ ഇതിന് പോയില്ലേ അവിടെ പാലക്കാട്, അവിടെയാണ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അത് എൽ ഷേപ്പിലാണ് കണ്ടത്. അത് അന്വേഷിച്ച് അവസാനം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലത് ഇതാണ്. മറ്റേതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് നല്ലത് തോന്നിയത് ഇതാണ്. കാരണം അത് നമ്മൾ ഓൺലൈനിൽ വരുമ്പോൾ എങ്ങനെയാവും വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കണ്ടത് ഒത്തിരി കരം കുറഞ്ഞതാണ്. അപ്പം പിന്നെ ഇത് വരുത്തിച്ചു ഞാൻ. 8 ഒരു സെറ്റ് കേട്ടോ. 800 എത്ര രൂപ അങ്ങോട്ടാണ് അതായിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നുണ്ട്. ഷാജിയാശ്ശേരി വന്നിട്ടുണ്ടായിരുന്നു. അവൻ നോക്കിയിട്ട് ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്തിട്ട് 2 കൂടി ഒരുമിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം 16 കാല് വേണ്ടി വരും ഇതിന്. സെറ്റ് 3 ആയാലും ഒരെണ്ണം വലുതായതുകൊണ്ട് ഇടയിൽ ഓരോ കാല് വെക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ വെക്കാനായിട്ട് നിന്നു. ആ ചായയും വെച്ച് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കിടന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കിടക്കണമൊന്നുമില്ല എന്ന്. അങ്ങനെ ഡാഡി പുറത്ത് പോയി വന്നപ്പോൾ ചായക്കുള്ള ബജ്ജിയും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ബജ്ജിക്കാരൻ അവിടെ ഇല്ല കേട്ടോ. അവൻ്റെ വണ്ടിയൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ട് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് കക്കിറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ചിട്ട് കൊടുത്ത് ക്ലീൻ ചെയ്യലൊക്കെ ഡിമ്പിളാണ് കേട്ടോ ചെയ്തത്. എനിക്ക് അങ്ങനത്തേനൊന്നും ഇരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ആദ്യമൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളുകളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുട്ടികൾ 2 പേരും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഒരാൾ ഒരു വശത്ത് ചെയ്യുമ്പോൾ ഒരാൾ മറ്റേ വശത്ത് ചെയ്യും. അങ്ങനെ ഉള്ളിവട, പിന്നെ മിളക് ബജി, കായ ബജി. അപ്പോൾ ഡാഡി ഉല്ലൂരിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കൊറിയർ ഓഫീസിൽ പോയില്ലേ, വലിയൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ സാധനങ്ങളാണ്. നമ്മൾ അധിക ഭാഗം പുറമേ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ ബോംബെ പോകണു, ബാംഗ്ലൂർക്ക് പോകണു എന്നൊക്കെ.
പക്ഷേ ഇപ്പോൾ ഒക്കെ ഓൺലൈനിലായതുകൊണ്ട് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്യുക, ആ സാധനം കൃത്യമായിട്ട് നമുക്ക് എത്തുക, അത് പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അതും നമ്മുടെ പാച്ചുവിൻ്റെ സാധനങ്ങളും കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാച്ചുട്ടനെ കാണാനില്ല. ഡിംപിൾ എന്തോ വഴക്ക് പറഞ്ഞു, ഇവനെ കാണാനില്ല, മറ്റേ 2 പേരും ഇല്ലല്ലോ, താഴത്തെ മുകളിലല്ലേ. അപ്പോൾ അങ്ങനെ നോക്കി ഞാൻ വന്ന് നോക്കിയപ്പോൾ സെറ്റിയുടെ ഇടയിൽ പോയിട്ട് ഇരിക്കുക. എന്നിട്ട് പറയുക എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അങ്ങനെ ഞാൻ നല്ലോണം പോലെയൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ മൂപ്പർക്ക് ഉച്ചയ്ക്ക് ഉറക്കമില്ല കേട്ടോ. പിന്നെ കുട്ടികൾ ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലിരിക്കണ കാരണം ഇവരെയൊക്കെ തട്ടിപ്പൊത്തി ഒപ്പം പോയി കിടന്നാൽ ഇവരൊക്കെ ഉറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് യാത്രയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെ ഉറങ്ങാനും പറ്റിയില്ല, കിടത്താനും പറ്റിയില്ല അവനെ. അപ്പോൾ വൈകുന്നേരം വരെ ഓരോ ശീലക്കേടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, 3 കൂടിയിട്ടുള്ള കളിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഓർണമെൻറ്റ്സ് വന്നിട്ടുള്ള കൊറിയർ കേട്ടോ. അപ്പോൾ അത് പണി കുറേ ഉണ്ട്. ആദ്യം ഇന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അല്ലാതെ ഒതുക്കി വെച്ചെങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ 10:30. അപ്പോൾ ഡാഡിക്കും ക്ഷീണം, ഉച്ചയ്ക്കൊന്നും കിടന്നിട്ടില്ലല്ലോ, ഡിംപിളിനും പാച്ചു ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ ആവാമെന്ന്. കാരണം അതിനൊരു ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ 2.5-3 മണിക്കൂർ. കാരണം നമുക്ക് ബില്ലിടണം, കുറേ പണികളുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും എത്ര കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണെന്നറിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സാധനം ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുക. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഓസിക്ക് പറ്റിയ പ്രശ്നം ഇതാണ്. നമ്മൾ എന്താ പറയുക, ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമാണിത്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഞങ്ങൾ 3-4 പേരും കൂടിയിട്ടാണ്. 5ാമത് ഒരാളുടെ കൈ കടത്തിയിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു വട്ടം ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നു, പക്ഷേ ശരിക്കും പണി കിട്ടി. അപ്പോൾ പിന്നെ നമ്മളത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാത്രമായിട്ടാണ് നമ്മളുടെ ഈ ബിസിനസ് കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരെന്നുള്ളത് ഡിവൈനും കൂടി വന്ന് ഞങ്ങൾ 5 പേരായി. ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ്. ഇപ്പോൾ ഡോണിന് പിന്നെ ഇതിലേക്കൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേരാണ് മെയിനായിട്ട്. ഞാനും ഡാഡിയും ഡിംപിളും ഡിവൈനും കൂടിയിട്ടാണ് എല്ലാ A to Z കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഓസിയുടെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നങ്ങോട്ട് വെച്ച് പോവുകയാണ്. കാരണം ഇത്രയ്ക്ക് എങ്ങോട്ടൊന്ന് ആവണതിന് മുമ്പ് നമ്മൾ 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. അത് പിന്നെ ഡാഡി എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഓസിക്ക് പിന്നെ അത് പറ്റിയില്ല. കുട്ടിക്ക് വയ്യാണ്ടിരിക്കുകയും ഒക്കെയല്ലേ. പിന്നെ നമ്മൾ പറയില്ലേ, വിശ്വാസവഞ്ചനയാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയും. നമ്മളത്ര വിശ്വസിച്ച് ആ മോള് കൂടെ കൊണ്ട് നടന്നിട്ട് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണോ ശിക്ഷ അത് കിട്ടണം എന്ന് തന്നെയാണ് ഞാനും പറയുക. കാരണം ഇനി ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാളെ പറ്റിക്കാനോ അല്ലെങ്കിൽ അതുവഴി മറ്റുള്ളവർ ഇനി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും അനുഭവം എന്നും മനസ്സിലാക്കണം. അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞതാ നമ്മുടെ കുഷ്യൻ നിങ്ങളന്ന് കണ്ടല്ലോ. അപ്പോൾ അത് 5 എണ്ണമാണ് ഒരു സെറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കുമ്പോൾ ആദ്യം ഒന്ന് സാമ്പിൾ നോക്കും, നല്ലതാണെങ്കിൽ ഞാൻ എക്സ്ട്രാ ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 5 എണ്ണം കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ കുഷ്യന് കറക്റ്റാണ്. അപ്പോൾ ഒരു 5 എണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്ത് 5 എണ്ണമാണ് ഒരു സെറ്റ്. 3+2 ആണ് തോന്നുന്നത് നമ്മളുടെ. പക്ഷേ തിരിച്ചാണല്ലോ, 3, 5, 6 എണ്ണത്തിൻ്റെയാണ് നമ്മളുടെ കയ്യിൽ കിടക്കുന്നത്. അങ്ങനെ അതും കൂടി കൊണ്ടുവന്ന് അതും കൂടി കിട്ടിയപ്പോൾ ഞാനൊരു സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ തുണികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്ന് വെയിലായ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചൂട്ടോടെ തുണി എടുത്ത് കൊണ്ടുവന്ന് അതങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, കുറേ കുട്ടി പരിപാടികൾ അങ്ങനെ അങ്ങോട്ട് ഭംഗി പോലെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് 2ാമത് വന്നു. ഞാൻ എന്താ പറയുക ചെയ്തതിൽ വന്ന് പെട്ടുപോയി തോന്നുന്നുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്തതിൽ വന്നതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചാക്കോച്ചനും തോമും അപ്പയും കൂടി കയറുകയാണ്. ആദ്യം ഡിവൈൻ ഭക്ഷണം കഴിച്ചിട്ട് കയറും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഡോൺ താഴെ ഇറങ്ങി വരിക. അങ്ങനെ ഇവർക്ക് ഷിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും ഡാഡിയും ഡിംപിളും കൂടിയിട്ടാണ് ഇരുന്നത്. ഭക്ഷണം കഴിച്ചപ്പോൾ ഇന്ന് ചപ്പാത്തിയും സോയയായിരുന്നു. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും വേണ്ട. ചൊവ്വയും വെള്ളിയും അല്ലെങ്കിൽ ബുധനും വെള്ളി അങ്ങനെയൊക്കെയാണ്. ചൊവ്വയും വെള്ളിയാണ് ഇപ്പോൾ അധിക ഭാഗം. ഞാൻ സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അറിയുക ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു, അതാണല്ലേ ഇറച്ചി മീനൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ ചിന്തിക്കാം കേട്ടോ. കുട്ടികൾ അതിൻ്റെ ഭംഗി പോലെ അവർ 2 പേരും കൂടിയിട്ട് കാര്യങ്ങൾ ഭംഗിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പട്ടികൾക്കുള്ള മറ്റേ ഇറച്ചി ഒരു വശത്ത്, നാളേക്ക് ഡിംപിളാന്ന് തോന്നുന്നുണ്ട് സ്റ്റൂ വെച്ചിട്ടുണ്ട്. നാളെ ബ്രെഡ് അവിടെ പുറത്തിരിക്കണ കണ്ടു. മുട്ടയുണ്ട്, ബട്ടറോ ജാമോ എല്ലാതും ഇരിക്കുന്നുണ്ട്. ആർക്കാവശ്യം എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാം.
അല്ലാണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നാൾ കഴിക്കാവൂ അങ്ങനെയുള്ളൊരു സംഭവമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ദേ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയാണ്, നല്ല മഴയാണ്. ഇപ്പോൾ ദേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒന്ന് ശാന്തമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേറെ ഒരു പണിക്കും എനിക്ക് നിൽക്കാൻ പറ്റില്ല. മുട്ടയൊന്നും പൊട്ടിച്ചിട്ടില്ല, കൊണ്ടുവന്ന പടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പരിപാടികളും കഴിച്ച് ഞാൻ നോക്കിയപ്പോൾ ആദ്യം ഈ സമയത്താണ് ഒതുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ആ മറ്റേ ഓർണമെൻറ്റ്സ് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഡിമ്പിൾ പറഞ്ഞു നാളെ തോമും പാച്ചും സ്കൂളിൽ പോകുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇവർക്ക് ഫ്രീ ടൈം ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം 9 മണിക്ക് 2 പേരും പോയി കഴിഞ്ഞാൽ 9 മണി തൊട്ട് ശരിക്കും 12:30 വരെ നല്ലോണം സമയമുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന സൂത്രപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കിനോട് കൂടി ഡിവൈൻ ഉച്ചയാലത്തേക്കുള്ളത് ഇപ്പം ഇന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത്രയും സമയം അവർക്കും ബിസിനസ്സിലിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൊണ്ട് എല്ലാവർക്കും നല്ലതാണല്ലോ. എനിക്കും ഒരു സഹായമായി അവരിയ്ക്കുമ്പോൾ എനിക്ക് അതനുസരിച്ച് എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ വേറെ വല്ലതും ചെയ്യാം. അതുപോലെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിനായാലും പാക്കിങ്ങിൻ്റെ കാര്യത്തിനായാലും ഒക്കെ നമ്മൾ പറയില്ലേ ഒരാൾക്ക് സഹായം എന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 ആളും കൂടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇത് അന്ന് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന വളകളാണ്. അപ്പം ഇന്ന് കുറച്ച് ഫോട്ടോസ് ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോസ് എൻ്റെ കയ്യിൽ അന്നത്തെ ഉണ്ടായിരുന്നതാണ്, അതും കൂടി ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തതാണ്. കാരണം ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരുത്തർക്കും അത് എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ റീസെല്ലേഴ്സിനും കൂടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആവശ്യത്തിന് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിങ്ങനെ ഫോൾഡേഴ്സ് അയച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കുട്ടി വീഡിയോസായിട്ട് ഞാൻ ഡ്രീം കളക്ഷൻസിൽ ഇടുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ വീഡിയോസ് 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ബോറടിക്കില്ല. ജസ്റ്റ് ഓർണമെൻറ്റ്സ് കാണാൻ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് അതിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി. ബാക്കി പിന്നെ ഞാൻ മെസ്സേജ് വഴി ഞാനോ ഡിംപിളോ ഡിവൈനോ കൈകാര്യം ചെയ്യാം കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ സാൻഡ് സ്റ്റോണാണ് ഇന്നും ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുന്ന സംഭവം കേട്ടോ. നവരത്നവും സാൻഡ് സ്റ്റോണാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു മാസം കൂടുതൽ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല മഴയും പുറത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടുള്ള ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടികളെന്ന്. കാരണം ഞാൻ പറയാറില്ല വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചൂടുള്ളത് കഴിച്ചാലാണ് ഒരു സുഖം കിട്ടാമെന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ സിപ്പപ്പ് ഇരിക്കുന്നുണ്ട്, സിപ്പപ്പ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം മഴ പുറത്താണെങ്കിലും ചൂടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഈ രാത്രി നേരത്ത് സിപ്പപ്പൊക്കെ കഴിച്ചിട്ട് എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പതിവുംപടി ചായ തന്നെ എടുത്തു കേട്ടോ. ഇനി ഇഷ്ടംപോലെ പല ഫ്ലേവർ ചായ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ ദിവസം നല്ല ചൂട്ടോടെ കുറേശ്ശെ കുടിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല എന്ന് മാത്രം. കാരണം ഒരൊറ്റ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഉച്ച നേരത്താവും എണീക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ ഫുൾ എന്താ പറയുക വിലയിടലും ഒതുക്കലും അങ്ങനെയുള്ള വലിയ പടികളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ പറ്റിയെങ്കിൽ നാളെ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.